ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്, അതും ഫ്രിസ്ബി ഇൻട്രൊഡ്യൂസ് ചെയ്യണത് CC എന്ന് പറഞ്ഞ 1:43 സ്കെയിൽ, 1:42 സ്കെയിലിൻ്റെ കാസാണ്. അതും ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ നമ്മൾക്ക് സ്റ്റോക്കിൽ നിന്ന് ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫുള്ളി ലോഡഡ് കാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ വണ്ടികൾ നമ്മുടെ കയ്യിൽ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഫുള്ള് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം, ഇതിൻ്റെ ടയർ വരെ ഊരിയെടുക്കാം. അപ്പോൾ പറയാം, എൻ്റെ വീല് പോണ് സബ്ജി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാക്കി ഡിഫൻഡർ നമ്മൾ ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനി നമുക്ക് ഫുള്ളി ലോഡ് ചെയ്യണം. അപ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം പഠിക്കാൻ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഇപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഓൾമോസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്ത്, ഇതിൽ എൻജിൻ പോലും ഇല്ല. അപ്പോൾ എൻജിന് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യണത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് ഫോർഡ് മസ്റ്റാങ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് ഡിഫൻഡർ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇതിലൊരു മാനുവൽ ബുക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് ഈസിലി ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആക്ച്വലി ഈ എൻജിൻ നമ്മൾ ചെയ്യേണ്ടതാണ്, ഫിറ്റ് ചെയ്ത് നേരത്തെ ഓൾറെഡി വെച്ചിരിക്കുന്നതാണ്. നോക്കി, ഇതിപ്പോൾ നമ്മളുടെ ഡിഫൻഡറിൻ്റെ എൻജിനാണ്. ഇത് നമ്മൾക്ക് ഈസിലി ഇതിൻ്റെ ഉള്ളിൽ നമ്മളിതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചുമ്മാ ആദ്യം എൻജിൻ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ, എൻജിൻ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, എൻജിൻ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഹുഡ് ഇതുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരെണ്ണം ഉണ്ട്. ഇത് സ്റ്റോക്കാണ് വരുന്നത്. നമ്മളിത് ആഫ്റ്റർ മാർക്കറ്റ് മോഡിഫിക്കേഷൻ നടത്തുന്നത് എല്ലാം നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഈസിലി വെക്കാൻ സാധിക്കട്ടെ. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സൈഡ് ബോക്സ് ഇങ്ങനെ ഫിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മേളിലാണ് നമ്മൾ റൂഫ് റാക്ക് പിടിപ്പിക്കേണ്ടത്. റൂഫ് റാക്കിൻ്റെ ഫ്രണ്ട് ഈ ഭാഗമാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഓക്കെ ആയി. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഏകദേശം 6 ടയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ടയേഴ്സ് നമുക്ക് ഫിറ്റ് ചെയ്യണം. ഇതൊക്കെ വളരെ ഈസിലി നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് CC എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്. ഈ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ കാരണം ഇത് ലാൻഡ് റോവറായിട്ട് അവരിൽ നിന്ന് ലൈസൻസ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ ഫേക്ക് പ്രൊഡക്ട്സ് നോൺ ബ്രാൻഡഡ് നിങ്ങൾക്ക് കിട്ടും. അതിൽ പേരൊക്കെ വ്യത്യാസത്തിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ പ്രോപ്പർ ഡിഫൻഡർ എന്ന് തന്നെയായിരിക്കും എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ബുൾബാർ ലൈറ്റ്സ് ഒക്കെ കൂടെ ഉള്ളത് ഫിറ്റ് ചെയ്യാം. ബാക്കിലും നമുക്കതുപോലെ ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ജെറി ക്യാൻസ് കുറച്ചുണ്ട്. അതിൽ നമുക്കൊരു 4 ജെറി ക്യാൻ ഇതിൽ വരുന്നുണ്ട്. 4 ജെറി ക്യാൻസ് ഞാൻ വെച്ചു. ജെറി ക്യാൻസ് വെച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു ടൂൾ ബോക്സ് ഉണ്ട്. അതും നമ്മൾ ഫിറ്റ് ചെയ്തു. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഡിഫൻഡറിൽ ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഡോറൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, ലാഡർ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് നമ്മൾ വെച്ചില്ല, അത് ഓപ്പൺ ചെയ്യാം. പിന്നെ സൈഡ് ബോക്സിലേക്ക് വരുമ്പോൾ സൈഡ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വണ്ടി എങ്ങനെയാണോ അത് ഫുള്ളി അവർ നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിനൊരു ഒരു എൻഗേജിങ് ആയിട്ട് ചെയ്തവർ വെച്ചിട്ടുണ്ട് ഫുള്ള് കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ഡിഫൻഡറിനെ പറ്റിയാണ്. അതുപോലെ തന്നെ മസ്റ്റാങ്ങിലും വരുന്നുണ്ട്. ഇതെല്ലാം കണ്ട മസ്റ്റാങ്ങിൽ നമുക്ക് ഈസിലി കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ ബാക്ക് അല്ല, നിങ്ങൾക്ക് എക്സോസ്റ്റിൻ്റെ ടിപ്പ് വരെ മാറ്റി വേറെ പിടിപ്പിക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എല്ലാം അഴിച്ചെടുക്കുക. ഇതുണ്ട്, സത്യം പറഞ്ഞാൽ വണ്ടി ഫുള്ള് ഇപ്പോൾ അഴിച്ചെടുക്കുക, ബോണറ്റ് ഒഴിച്ച്. പിന്നെ ഇനി എൻജിൻ അഴിക്കാം. ഈ മസ്റ്റാങ്ങിൻ്റെ എൻജിൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, അത്യാവശ്യം ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ ഈസിലി റിമൂവ് ചെയ്യാനും സാധിക്കട്ടെ. ഇതൊരു ഡൈക്കാസ് മെറ്റലാണ്, അതിൽ കുറച്ച് പ്ലാസ്റ്റിക് മിക്സ് ഉണ്ട്. എല്ലാം നമുക്ക് മെറ്റലായി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. ഇതിൻ്റെ എൻജിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഊരിയെടുക്കാം. ഇത് കണ്ടോ നിങ്ങൾ, ഡീറ്റെയിലിങ് അത്യാവശ്യം ഉണ്ട്. ഇതുപോലത്തെ ഒരു വണ്ടിയിൽ മാക്സിമം നമുക്ക് സാധനങ്ങൾ ഊരി ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാനും സാധിക്കും. ഉണ്ട്, ചുമ്മാ ഈസിലി തന്നെ ചെയ്യാം. ഈ ലൈറ്റ് എടുക്കുക, ഇവിടെ വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ നേരെ ഇതെടുക്കുക.
ഒരു മിനിറ്റ് സോറി ഇവിടെ എടുക്കുക. ഇത് ഫിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഗ്രില്ലൊക്കെ എടുത്ത് തിരിച്ചതേപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുക. ബോണറ്റ് എടുക്കുക. ജസ്റ്റ് ഈസിലി നമുക്ക് പടപടേന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് സെറ്റ് ചെയ്യണുണ്ടല്ലേ പടപടേന്ന്. പെട്ടെന്ന് തന്നെ എല്ലാം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്ത് ഒരു ആക്ച്വൽ വണ്ടിയാക്കി ഇതെടുക്കാവുന്നതാണ്. അതാണ് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് സാധനങ്ങൾ കിട്ടും, ഈ ഫിറ്റ് ചെയ്യാനുള്ളതും അതുപോലെ ഇതൊക്കെ ചെയ്യാനുള്ളത്. ഇതാണ് ആ സാധനങ്ങൾ. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. ശരിക്കും ഈ ടയറാണ് സ്റ്റോക്കിൽ വന്നിരുന്നത്. ഇതായിരുന്നു ബോണറ്റ്, ഇതായിരുന്നു ഫ്രണ്ടിലെ ഗ്രില്ല്, ബമ്പർ. അതൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി ഇപ്പോൾ കയറ്റിയേക്കണ സ്കേർട്ടൊക്കെ ഉള്ള ബമ്പേഴ്സും ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് കയറ്റിയിട്ടുള്ളത്. ഇതാണ് ഡിഫൻഡറിൻ്റെ കൂടെ കിട്ടുന്ന സാധനങ്ങൾ. ഇതെല്ലാം ഡിഫൻഡറിൻ്റെ സ്റ്റോക്ക് സാധനങ്ങളാണ്. അതിൽ സൈഡ് സ്റ്റെപ്പ്, ഗ്രില്ല്, പിന്നെ ബാക്കിലെ ഇത് ഫ്രണ്ട് ബമ്പർ, ടയേഴ്സ്. 6 ടയർ വരും കേട്ടോ ഡിഫൻഡറിന്, ഇൻക്ലൂഡിങ് നിങ്ങൾക്ക് റൂഫ് റാക്കിൽ വെക്കാൻ പറ്റിയ ടയർ വരെ ഈ കൂൾച്ചിക്കോട്ടോടെ കൂടെ കൂടുന്നതാണ്. ഇതിൻ്റെ പ്രൈസാണ് എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്. വെറും 1799 രൂപക്ക് 1:43 സ്കെയിലിലെ ഡിഫൻഡറും അതുപോലെ മസ്റ്റാങ്ക് നിങ്ങൾക്ക് കിട്ടും. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് എനിക്ക് തോന്നി. ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒഫീഷ്യൽ ലൈസൻസ്ഡാണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് സാധനങ്ങളാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ഫ്രിസ്ബീസിൻ്റെ സ്റ്റോഴ്സൊക്കെ വിസിറ്റ് ചെയ്യുക. ഇതിലൊരു പ്രോപ്പർ മാനുവൽ ബുക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നോക്കി നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ ഈസിലി ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാത്തിൻ്റെ കൂടെ മാനുവൽ ബുക്ക് ഉണ്ട്. ഇത് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് നോക്കിയാൽ മതി ഇതൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ കാശൊക്കെ വേണമെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഫ്രിസ്ബീസ് വിസിറ്റ് ചെയ്യുക. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓൺലൈൻ ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നൽകാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.